ഇന്നലെ ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന സംഭവം എല്ലാവരും അറിഞ്ഞതാണല്ലോ അല്ലെ. വെറും 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്നലെ ആശുപത്രിയിലെ ശുചിമുറിയിൽ ഒറ്റയ്ക്ക് പ്രസവിച്ചത്. എന്നിട്ടോ പ്രസവത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പേ തന്നെ അവൾ ആ കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. ഇത് കേട്ടപ്പോ ശരിക്കും ഷോക്കായി പോയി. ഇനി ഇതാണ് അഖിൽമാരാർ പറഞ്ഞ പ്രസവം. ജോക്സ് അപ്പാർട്ട്, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇവൾ ബാത്റൂമിൽ പോകുന്നു, ഒരു ശബ്ദവും ഉണ്ടാക്കാതെ പ്രസവിച്ചു വരുന്നു, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും ഇവൾക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവൾക്ക് അടുത്ത വയറുവേദന എന്ന് പറഞ്ഞ് കുടുംബത്തോടൊപ്പം ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഡോക്ടർമാർക്ക് ഇവൾ ഗർഭിണിയാണെന്നുള്ള സംശയം തോന്നിയെങ്കിലും പരിശോധനയ്ക്ക് അവൾ തയ്യാറായതേയില്ല. തുടർന്ന് അവളെ നിരീക്ഷണത്തിനായി വാർഡിൽ കിടത്തിയതാണ്. അങ്ങനെ രാത്രിയോടെ ഇവൾ വാർഡിൽ നിന്നും ബാത്റൂമിലേക്ക് പോയി പ്രസവിക്കുകയായിരുന്നു. എല്ലാവർക്കും പ്രസവവേദന ഒരുപോലെ ആകണമെന്നില്ല, എല്ലാവർക്കും വേദനകൾക്ക് വ്യത്യാസം ഉണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഇവൾ മുമ്പേ പ്ലാൻഡ് ആയി വന്നത് തന്നെയാണ്. അല്ലെങ്കിൽ എന്തായാലും ആ സാഹചര്യത്തിൽ അവൾ പകച്ചു പോയനെ. ഇങ്ങനെ കാര്യങ്ങൾ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ പ്ലാൻഡ് ആയി വന്നത് തന്നെയാണ്. ഒരുപാട് ദുരൂഹതകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവളെ പരിശോധിച്ച ഡോക്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കണ്ടുനോക്കാം. അവർ തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള വിശദീകരിക്കും. എന്താണ് ഇവര് വയറുവേദന എന്ന് പറഞ്ഞാണോ ചികിത്സയ്ക്ക് എത്തുന്നത്? ഒരു 9 PM കൂടിയാണ് പുള്ളിക്കാരി എത്തുന്നത്. ഭയങ്കര ഒരു അബ്ഡോമൽ പെയിനും ഭയങ്കര ഒരു ബാക്ക് പെയിനും ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ എത്രയും ഒരു സിവിയർ പെയിൻ കാരണം നമ്മൾ ചോദിച്ചു, എന്തെങ്കിലും സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടോ, ഇങ്ങനെ നേരത്തെ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്തോ ഒരു കൊഴുപ്പ് പോലെയാണെന്നാണ് നേരത്തെ സ്കാൻ ചെയ്തപ്പോൾ വണ്ടാനത്ത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയും സിംറ്റംസും അത്ര മാച്ചിങ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും പെയിൻ മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ സ്കാനിങ്ങും റെഫറൻസും പറഞ്ഞായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക്. പുള്ളിക്കാരി നമ്മൾ എക്സാമിൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ വയറൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരി സമ്മതിച്ചില്ല. അങ്ങനെ കോപ്പറേറ്റീവ് അല്ലായിരുന്നു. എനിക്ക് വേദന കുറയാൻ എന്തെങ്കിലും തരാൻ പറഞ്ഞ് വാശി പിടിക്കായിരുന്നു. അങ്ങനെ പക്ഷെ നമുക്കൊരു സസ്പിഷൻ ഉണ്ടായിരുന്നു ഒരു പ്രഗ്നൻസി ആണെന്ന് വെച്ചാൽ. പ്രഗ്നൻസിയുടെ എല്ലാ സിംറ്റംസും പുള്ളിക്കാരുടെ വയറിൽ കാണായിരുന്നു കുറച്ചൊക്കെ ആയിട്ട്. ഇല്ല, പ്രഗ്നന്റ് ആണെന്ന് പറയുന്നില്ല, അത് ഡിനൈ ചെയ്യായിരുന്നു. അപ്പോൾ പീരീഡ്സ് വന്നോ ചോദിക്കുമ്പോൾ ഇപ്പം പീരീഡ്സ് ആണ്, 2 മാസം മുമ്പ് പീരീഡ്സ് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞാണ് പേഷ്യന്റ് വരുന്നത് തന്നെ. പിന്നെ നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് സംശയം കാരണം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗൈനക്കോളജിയെ കാണിക്കാൻ വേണ്ടി വണ്ടാനത്തേക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് ബാത്റൂമിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സംശയം തോന്നിയിട്ട് നമ്മളും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പേഷ്യന്റിനെ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം ഒരു കരച്ചിൽ പോലെ കേട്ടു. പിന്നെ നമ്മളെല്ലാവരും ഡോക്ടറും കൂടെ ട്രൈ പോലെ നമ്മൾ കേട്ടു. സിസ്റ്റർ പെട്ടെന്ന് അവിടെ എന്തോ ഒരു കാര്യത്തിന് റെഫറൻസിന് കാര്യം പറയാനായിട്ട് പോയപ്പോഴത്തേക്ക് കേട്ടു. പെട്ടെന്ന് നമ്മൾ ബാത്റൂം തുറന്നിട്ട് പക്ഷെ നമുക്കൊന്നും കണ്ടില്ല. പക്ഷെ ഏകദേശം ഉറപ്പായിരുന്നു ഒരു കുട്ടീൻ്റെ ക്രൈ കേട്ടെന്നുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ബാത്റൂം നോക്കുമ്പോൾ മെക്കോണിയം പാസ് ചെയ്തതായിട്ടും ഒക്കെ നമുക്ക് തോന്നി. ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നി. അന്നേരം പുള്ളിക്കാരോട് നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഒട്ടും ഇല്ല, എനിക്കൊന്നും ഇല്ല, വേറൊന്നും ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ആ ജനലിൻ്റെ പുറകിൽ നിന്നൊരു ക്രൈ കേൾക്കുന്നത്, കുട്ടീൻ്റെ ക്രൈ കേൾക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് ചേട്ടനോട് പറഞ്ഞ് പുറത്തേക്കൊന്ന് പോയി നോക്കാൻ പറഞ്ഞപ്പോഴാണ് അവിടെ ഈ പറയുന്നൊരു ഫീമെയിൽ ബേബിയെ കണ്ടത്. അങ്ങനെ ബേബി പക്ഷെ പെട്ടെന്ന് തന്നെ ക്രൈ ചെയ്തു, കുഴപ്പമില്ലായിരുന്നു, ബേബി ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ ബേസിക് കെയർ കൊടുത്തിട്ട് റെഫറൻസ് ആയിരുന്നു. ഇതാണ് അവളെ പരിശോധിച്ച ഡോക്ടർമാർക്ക് പറയാനുള്ളത്. അവിടുത്തെ നഴ്സുമാരൊക്കെ അവളോട് സംശയം തോന്നി പലതവണ കാര്യങ്ങൾ ചോദിച്ചതാണ്, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാം അവളുടെ മറുപടി എന്താണ്, വയറ്റിൽ കൊഴുപ്പ് നിറഞ്ഞ അവസ്ഥയാണ്. ഇതും പറഞ്ഞ് അവള് വയറ് ചെക്ക് ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ കണ്ട് ചിലപ്പോൾ ചില ആളുകൾ അവൾ പേടി കൊണ്ട് കള്ളം പറയുന്നതാവും എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവൾക്ക് ഒരു പേടിയും ഇല്ല. ഇവൾ അവിടെ പ്രസവിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. വീട്ടിൽ പ്രസവിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻ വന്നാലോ എന്ന് വിചാരിച്ച് ഇവള് മനഃപൂർവ്വം ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തതാണ്. വേറെ വഴി ഉണ്ടായിരുന്നെങ്കിൽ ഇവള് വീട്ടിൽ തന്നെ പ്രസവിച്ച് കുഞ്ഞിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കളഞ്ഞേനെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് എന്തായാലും പൊക്കിൾ കൂടി കട്ട് ചെയ്യണമല്ലോ. ഈ പൊക്കിൾ കൂടി കട്ട് ചെയ്യുന്നത് പ്രോപ്പർ അല്ല എങ്കിൽ കുഞ്ഞിനും ഇൻഫെക്ഷൻ വരും, അമ്മക്കും ഇൻഫെക്ഷൻ വരും. അതുവരെ കൃത്യമായി സൂക്ഷിച്ച് കണ്ടും കട്ട് ചെയ്ത് കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞവളാണ് അവൾ. ഒന്നും വേണ്ട, കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്തായാലും കരയല്ലോ. ആ കരച്ചിൽ കേട്ടാണെങ്കിൽ ഏതൊരമ്മയോടും മനസ്സലിയും. അങ്ങനെ പോലും മനസ്സലിയാതെ അവൾ കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് കല്ല് തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇവിടെ പൊക്കിൾ കൂടി മുറിച്ച് മാറ്റണമെങ്കിൽ കത്രികൊന്നും വേണ്ട, ഒന്നുകിൽ അത് വലിച്ച് കടിച്ച് മാറ്റിയതാവും എന്നാണ് ഡോക്ടർമാർ പോലും പറയുന്നത്. എന്തായാലും കേട്ടിട്ട് തന്നെ എന്തോ പോലെ ആവുന്നു. പിന്നെ അവളുടെ വീട്ടുകാരുടെ കാര്യം, അതിനെ കുറിച്ച് കൂടി പറയാതെ വയ്യ. ഇവർക്ക് ഇത്തിരി പോലും ബോധമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മകളുടെ വയറ് വീർത്തിട്ട് പോലും ഇവർക്ക് ഒരു സംശയം തോന്നിയില്ലേ? മകളും വയറ് വീർക്കാൻ കാരണം വയറ്റിലെ കൊഴുപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഇവര് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചോ? അവളുടെ മാസമുറയെ കുറിച്ചൊന്നും ഇവർ അറിഞ്ഞില്ലേ? ഇതെന്ത് പാരന്റ്സ് ആണില്ലേ? എനിക്കിതിൽ സത്യം പറഞ്ഞ നല്ല ദുരൂഹത തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഇവളിങ്ങനെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ ഉണ്ടാവല്ലോ. ഒറ്റയ്ക്ക് ഗർഭം ഉണ്ടാവുന്നത് ദിവ്യഗർഭം ഒന്നല്ലല്ലോ. അപ്പൊ ആരായിരിക്കും ഇവളെ ഗർഭിണിയാക്കിയവൻ എന്നൊരു ഡൗട്ട് ഇപ്പൊ പലർക്കും ഉണ്ടാവും. അതെ, അതാരാണെന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മറ്റാരുമല്ല, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ആ കാമുകൻ. ഇവളെ ഗർഭിണിയാക്കിയ ഇവളുടെ സ്വന്തം കാമുകൻ. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ അവൻ ഇവളെ ഗർഭിണിയായിട്ടുള്ള കാര്യം പോലും അറിയില്ല പോലും. കാര്യം കഴിഞ്ഞ് ആശാ നാട്ടിലേക്ക് പോയി.
പോയി. ഇവള് പ്രസവിച്ചത് പോലും ഇവൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പൊ നിലവിൽ കുഞ്ഞിനെ അമ്മ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ചൈൽഡ് വെൽകെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. ഇനി ഞാൻ ബടായിടാണെന്ന് ആരും കരുതണ്ട, ബാക്കി കേട്ടോക്കാം. ആശുപത്രിയിൽ ശൗചാലയത്തിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ആ ജനാലയിലൂടെ പുറത്തെറിഞ്ഞ യുവതി കുട്ടിയെ വേണ്ട എന്ന് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയെ അധികൃതർ സന്ദർശിച്ചപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ആ 19-കാരിയുടെ മൊഴി. ഇതര സംസ്ഥാനക്കാരനായ കാമുകനുമായി ഇപ്പോൾ ബന്ധമില്ല എന്നും അയാൾക്ക് ഇതേപ്പറ്റി അറിയില്ല എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന യുവതി ഇതര സംസ്ഥാനക്കാരനുമായി അടുപ്പത്തിലായിരുന്നു. അടുത്ത കാലത്തായി അയാളുമായി ബന്ധമില്ല. താൻ ഗർഭിണിയായതും പ്രസവിച്ചതും അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ലെന്നാണ് CWC അംഗങ്ങളോട് യുവതി പറഞ്ഞത്. കുട്ടിയെ വേണ്ടെന്നും അവർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചു. നന്നായി. ഇവളെ പോലൊരു അമ്മയുടെ കൂടെ കുഞ്ഞ് വളരുന്നതിനേക്കാളും എത്രയോ നല്ലത് ആ കുഞ്ഞ് വല്ല അനാഥാലയത്തിലും മറ്റും വളരുന്നത് തന്നെയാണ്. പിന്നെ താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്ന് ആ പെണ്ണ് ഹോസ്പിറ്റൽ അധികൃതരോട് പറഞ്ഞു നോക്കി ഈ അവതാരകൻ വാർത്തയിൽ പറഞ്ഞല്ലോ. അതൊക്കെ പച്ച കള്ളമാണ്. ഇവള് തന്നെയല്ലേ നേരത്തെ നഴ്സുമാരോട് കള്ളം പറഞ്ഞത് പീരീഡ്സ് എല്ലാം പ്രോപ്പർ ആണെന്നുള്ളത്. ആക്ച്വലി ഒരാൾ ഗർഭിണിയാകുന്ന സമയത്ത് പീരീഡ്സ് പ്രോപ്പർ ആയി നടക്കോ? ഇല്ലല്ലോ. എന്തായാലും പീരീഡ്സ് തെറ്റും. അങ്ങനെ തെറ്റുന്ന സമയത്ത് അവൾക്ക് അറിയാൻ പറ്റില്ല അവള് ഗർഭിണിയാണെന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പീരീഡ്സ് പ്രോപ്പർ ആണെന്ന് അവൾക്ക് പറഞ്ഞത് പച്ച കള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു തന്നെയാണ് പീരീഡ്സ് പ്രോപ്പർ ആണെന്നുള്ള കാര്യം നഴ്സുമാരോട് കള്ളം പറഞ്ഞത്. കാരണം ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിടിക്കപ്പെടല്ലോ. പീരീഡ്സ് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും അവളുടെ കള്ളം പിടിക്കപ്പെടും. അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞു? പീരീഡ്സ് പ്രോപ്പർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ കള്ളം അവൾ മുൻകൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അവൾക്ക് മുൻകൂട്ടി അറിയാലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇവളുടെ കാമുകൻ എന്ന് പറഞ്ഞതിലും എനിക്കൊന്ന് പൂർണ്ണമായ വിശ്വാസം അങ്ങോട്ട് വരുന്നില്ല. ഈ ഇതര സംസ്ഥാന തൊഴിലാളി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം അന്വേഷണം അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് ആവില്ലല്ലോ. അതിനുവേണ്ടി ഇനി കള്ളം പറഞ്ഞതാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. എന്തായാലും അന്വേഷണം പ്രോപ്പറായി നടക്കട്ടെ അല്ലേ, സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഇനി ഇതിനേക്കാളും എന്നെ വേറെ വിഷമിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് അത് കണ്ടപ്പോഴാണ് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് തോന്നിയത്. അത് മറ്റാരുമല്ല, ശ്രീലക്ഷ്മി അറക്കൽ. നാണമില്ല ഇവൾക്കൊന്നും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, പണ്ടേ ഇവൾക്ക് നാണില്ല, അത് വേറെ കാര്യം. എന്നാൽ ഇവൾക്ക് കുറച്ചെങ്കിലും മനസ്സലിവ് ഉണ്ടാകുമെന്ന് തോന്നി. അതും ഇല്ലാന്ന് ഇവളുടെ ഈ സപ്പോർട്ടിങ് കണ്ടപ്പോൾ മനസ്സിലായി. ഇവൾ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് വായിച്ചുതരാം. 19 വയസ്സ് പ്രായമായ പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, വലിച്ചെറിഞ്ഞു. അതിനെ കൊടും പാപമായി ചിത്രീകരിക്കുന്ന മീഡിയകൾ, അതിന്റെ അടിയിൽ വരുന്ന കമന്റ് അതിലും ഭീകരം. കേരളം ഈ അടുത്ത കാലത്തൊന്നും നന്നാകാൻ പോകുന്നില്ല. അതെ, കേരളം ഈ അടുത്ത കാലത്തൊന്നും നന്നാവാൻ പോകുന്നില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള അമ്മമാരെ സംരക്ഷിച്ചു. തൽക്കാലം ഈ കേരളത്തിലുള്ള മനുഷ്യന്മാരെ നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഫെമിനിസം തലക്ക് പിടിച്ചാൽ ഇങ്ങനെയും ഭ്രാന്താവോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. എല്ലാത്തിനും ഒരു പരിധി ഇല്ലടേ. എന്തൊക്കെയാണ് ഇവൾ ഈ പറയുന്നത്? ഇവള് പറയുന്ന പോലെ 19 വയസ്സിൽ സ്വന്തം കുഞ്ഞിനെ പറ്റിട്ട് വലിച്ചെറിഞ്ഞ ഒരാളെ പൂമാലിട്ട് സ്വീകരിക്കണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ അമ്മ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോ ആ കുഞ്ഞ് വീണത് ബുഷസിന്റെ ഇടയിലായി പോയി. അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. അതിന് പകരം വല്ല കല്ലിലും മങ്ങാനുമാണ് ആ കുഞ്ഞ് വന്ന് ഇടിച്ചതെങ്കിൽ ഉടനെ ഓൺ ദി സ്പോട്ടിൽ തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയേനെ. അപ്പൊ ആ ഒരു ഉത്തരം പറഞ്ഞേനെ. അപ്പോഴും ഈ ശ്രീലക്ഷ്മി അറക്കൽ ആ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുമായിരിക്കും അല്ലേ? ശരിയാണ്, ആ അമ്മക്ക് ചിലപ്പോൾ അബദ്ധം പറ്റിയതാകാം. അവൾക്ക് പറയാൻ അവളുടേതായ കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊന്നും ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതിന് പരിഹാരമാവില്ല. അല്ലേ ശ്രീലക്ഷ്മി അറക്കലെ, നിങ്ങൾ ഇതൊക്കെ കരുതി കൂട്ടിയിടുന്ന പോസ്റ്റാണോ? എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് വിഷയം എടുക്കുക, അതിൽ മെജോറിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുക, എന്ന് ഡയറി പോവുക. ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടി അയക്കണം ശ്രീലക്ഷ്മി അറക്കലിന്. ഇവൾ 2 ആഴ്ച മുന്നേ യേശു ക്രിസ്തു എന്നെ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇവളൊക്കെ എന്ത് കണ്ടിട്ടാണോ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്? ഇവളെ എവിടെ എടുക്കുന്നു, യേശു ക്രിസ്തു എവിടെ എടുക്കുന്നു? രണ്ടും കമ്പയർ ചെയ്യാനോ ഒക്കത്തില്ല. എന്തായാലും ഇവളൊന്നും ആരും മൈൻഡ് ചെയ്തെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കിളി പോയ സാധനം ഇഷ്ടമാണ്. എന്തായാലും ആ 19 വയസ്സുകാരായിട്ടുള്ള അമ്മക്ക് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുക തന്നെ വേണം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, നല്ലൊരു സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത്. ഒരു കോണ്ടത്തിൽ തീരേണ്ട പ്രശ്നമായിരുന്നു അല്ലെ? മര്യാദക്ക് അതൊക്കെ ധരിച്ച് പരിപാടികൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവുമായിരുന്നില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞെന്തായാലും സേഫ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ സംസാരിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.